ഇന്ന് നമുക്ക് പുതിയൊരു ആർട്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേറെ ഒന്നുമല്ല, മണ്ടൽ ആർട്ട്. മണ്ടൻ ആർട്ടല്ല കേട്ടോ, മണ്ടൽ. അത് ചെയ്തതിന് മുന്നേ നമ്മൾ നൈസായിട്ടൊന്ന് ചമ്മിയത് കാണണം. ദാ ഇവിടെയാണ് നമ്മൾ ചമ്മിപ്പോയത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു പെയിൻ്റ് ആയിരുന്നു. എടുത്തു നോക്കിയപ്പം ദാ ഇതായിരുന്നു അവസ്ഥ. പിന്നെ ഞാനത് മാറ്റി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേറൊരു ബ്ലാക്ക് പെയിൻറ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതങ്ങ് ഫുള്ള് പെയിൻ്റ് അടിച്ചെടുത്തു. ഇനി ഇതിലാണ് നമ്മൾ മണ്ടൽ ആർട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രഷിൻ്റെ പെയിൻ്റ് അടിക്കുന്ന ഭാഗമല്ല നമ്മൾ എടുക്കുന്നത്. നമുക്ക് എല്ലാത്തിൻ്റെയും ഈ അറ്റം മതിയാവും. ആദ്യം വലിയ ഡോട്ട്സ് ഇടാൻ വേണ്ടി ഞാനൊരു പേനയുടെ ബാക്ക് വശമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം മെറ്റാലിക് പെയിൻറ്റ്സ് ആണ്. ആദ്യം നമ്മളൊരു പേൾ കളർ യൂസ് ചെയ്തു, ദെൻ ഇതേപോലെ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മണ്ടൽ ആർട്ട് ട്രൈ ചെയ്തപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് പെയിൻറ്റിങ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. നമ്മൾ ഒരു സർഫേസിൽ ഇതേപോലെ കളർ ഫുള്ള് പെയിൻറ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഒരു ഇന്നർ ഹാപ്പിനെസ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് ആ ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ വീഡിയോ ഞാൻ ക്രോഷ്യ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡെസ്ക് ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് വലിച്ചിരുന്നതിൻ്റെയും കാര്യങ്ങൾ പറയുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ക്രോഷ്യ ചാനലിലുണ്ട് കേട്ടോ. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെയിലി ആ ഒരു ഡൈനിങ് ടേബിൾ 3-4 വട്ടം റൂമിൽ വലിച്ചു കയറ്റി ഇട്ടിട്ടാണ് ഞാൻ ഒരു ദിവസത്തെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനിയിപ്പോൾ ആ കഷ്ടപ്പാടില്ല. ഞാൻ സ്വന്തമായൊരു ടേബിൾ അങ്ങ് വാങ്ങിച്ചു. വലുതൊന്നുമല്ല, ചെറിയൊരു ടേബിൾ അണ്ടർ 1000 റുപ്പീസിൽ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു റിംഗ് ലൈറ്റ് വാങ്ങി. പിന്നെ ഈ കാണുന്ന ഒരു ഫോർ മെറ്റീരിയൽ വാങ്ങിച്ചു. എല്ലാത്തിൻ്റെയും അൺബോക്സിങ്ങും സെറ്റ് ചെയ്യുന്നതും എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കാരണം ആസ് യൂഷ്വൽ ഞാനത് പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തതാണ്. ആ ധൈര്യത്തിൽ ഫോണിൽ നിന്ന് ഡിലീറ്റും ചെയ്തു. ഒടുക്കം പെൻഡ്രൈവിനോട് ചോദിച്ചപ്പോൾ അവൻ കൈമലർത്തി കാണിച്ചു. അവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്ത അവസ്ഥയായി. സോ ആ വീഡിയോസ് ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാം മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്ത് തുടങ്ങാമെന്നേ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവന് എപ്പോഴും സാഹചര്യങ്ങൾ ഒത്തുവരണമെന്നില്ലല്ലോ. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ഡിസപ്പോയിൻറ്റഡ് ആയി കാര്യങ്ങൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. അതെനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് മനസ്സിലായതാണ് കേട്ടോ. കാരണം ടേബിളില്ല, സോ വീഡിയോസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇതേപോലെ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് ഡെയിലി കൊണ്ടുവന്ന് ഇടണം. ഇതൊക്കെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ എനിക്ക് ഒരുപാട് പ്രേരണകൾ തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ അതിലൊന്നും വീഴാതെ മുന്നോട്ട് തന്നെ പോയി. അതിനെൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് ഇന്ന് എവിടെയെങ്കിലും എത്തിയോന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഓൺ ദ വേയിലാണ്. തീർച്ചയായും എവിടെയെങ്കിലുമൊക്കെ എത്തുന്നേ. നിങ്ങളൂടെ ബാക്കി വിചാരിച്ചാൽ മാത്രമേ ആ ഒരു സക്സസ്സിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. സോ നിങ്ങളാലാകുന്നത് എൻ്റെ ടേബിൾ വലിച്ചിടാനൊന്നും സഹായിക്കേണ്ട. കഷ്ടപ്പെട്ട് ഞാനിടുന്ന വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ആ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായാലേ എൻ്റെ ഈ ഹാർഡ് വർക്കിനും കഷ്ടപ്പാടിനും ഒക്കെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുള്ളൂന്നേ. എന്തായാലും നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ മണ്ടൽ ആർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട. ബൈ.